ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത നമ്മൾ പഠിക്കുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേമാണ്. ബോർഡ് ക്ലിയർ അല്ലേ? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാല് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിനെ നമ്മൾ ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ഈ ആൽഫയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ തന്നെ, അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോബബിലിറ്റി ഓഫ് റിജക്ടിംഗ് ദ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അതല്ലേ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ അല്ലെ. റിജക്ടിങ് H0 വെൻ H0 ഈസ് ട്രൂ എന്ന് പറയുന്നതാണ് ടൈപ്പ് 1 എറർ. അതിന്റെ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുക. ഈ ആൽഫേനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇത്ര ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടാണ് തരിക. അതായത് പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ഇത്ര പെർസെന്റേജ് ആയാലും കുഴപ്പമില്ല, 5% വരെ എറർ അലവബിൾ ആണ്, അല്ലെങ്കിൽ 1% എറർ അലവബിൾ ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിന് പറയുന്ന വേറൊരു പേരാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? എഴുതൂ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. It is defined as the probability of rejecting the null hypothesis H0. It is defined as the probability of rejecting the null hypothesis H0. Rejecting the null hypothesis H0 when it is true, or it is also known as probability of type 1 error. ഒരു സെക്കൻഡ് ഇപ്പൊ വരാം. known as probability of type 1 error. എഴുതിയാ? എഴുതിയോ? ഓക്കെ, അതിലൂടെ എഴുതുക. In other words, it is the probability of the test statistic. In other words, it is the probability of the test statistic falling in the critical region. It is the probability of the test statistic falling in the critical region when the null hypothesis is true. എന്താ നമ്മൾ എഴുതിയത്? In other words, it is the probability of the test statistic falling in the critical region when the null hypothesis is true. അതായത് null hypothesis നമ്മൾ എന്താണോ H0 ആയിട്ട് എടുത്തിരിക്കുന്ന ആ അസംഷൻ ശരിയാകുന്ന സമയത്ത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ക്രിട്ടിക്കൽ റീജിയനിൽ വരിക. ക്രിട്ടിക്കൽ റീജിയൻ ഈസ് ദ റീജിയൻ ഓഫ് റിജക്ഷൻ അല്ലെ. ക്രിട്ടിക്കൽ റീജിയന്റെ ഉള്ളിലാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ വരുന്നതെങ്കിൽ നമ്മൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യാണ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ക്രിട്ടിക്കൽ റീജിയൻ ഈസ് ദ റീജിയൻ ഓഫ് റിജക്ഷൻ. അതായത് ഒരു സാമ്പിൾ സ്പേസിനെ യൂഷ്വലി നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് അക്സെപ്റ്റൻസ് റീജിയനും ഒന്ന് റിജക്ഷൻ റീജിയനും. ഈ റിജക്ഷൻ റീജിയൻ പറയുന്ന വേറൊരു പേരാണ്
ക്രിട്ടിക്കൽ റീജിയൻ. അപ്പൊ നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന് തന്നിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അത് അക്സെപ്റ്റൻസ് റീജിയന്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യും. അല്ല റിജക്ഷൻ റീജിയനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാം. അപ്പോ ഈ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് falling in the critical region. Value of the test statistic falling in the critical region. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ക്രിട്ടിക്കൽ റീജിയനിൽ വീഴാനുള്ള പ്രോബിലിറ്റി എപ്പോ? നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുമ്പോൾ. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആവുമ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ക്രിട്ടിക്കൽ റീജിയനിൽ വീണാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെങ്കിലും നമ്മൾക്ക് ചെയ്തു വന്നപ്പോൾ കിട്ടിയത് അതിനെ റിജക്ട് ചെയ്യാം എന്നുള്ള കൺക്ലൂഷനിലേക്കാണ് നമ്മൾ വന്നത്. അപ്പൊ നമുക്ക് ശരിക്കും അവിടെ ഒരു എറർ ആണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അതിനെ പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് കൂടി പറയുന്നത്. അതല്ലേ പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്താ? ഇറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് റിജക്ടിങ് എച്ച് നോട്ട് വെൻ എച്ച് നോട്ട് ഈസ് ട്രൂ. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുന്ന സമയത്ത് അതിനെ റിജക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി. അത് തന്നെയാണ് എന്ത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? മനസ്സിലായി. Okay. Very good. So, significance level. So, significance level also called. Significance level is also called the size of critical region. So, significance level is also called the size of the critical region or size of the test or producers risk. പല പേരുകളുണ്ട് കേട്ടോ. ആൽഫയ്ക്ക് വരുന്ന പല പേര്. ഏത് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാലും ഇതിന്റെ ഒരു സെയിം ഡെഫിനേഷൻ തന്നെയാണ് എഴുതേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാം. So significance level is also called the size of the critical region or the size of the test or producers risk. It is denoted by alpha. Full stop. Alpha is usually expressed as a percentage. Alpha is expressed as a percentage. Alpha is expressed as a percentage such as 1%, 2%, 1%, 2%, 5% and 10%. ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ ആൽഫയുടെ വാല്യൂ ആയിട്ട് എടുക്കാറ്. 5% and 10%. അതായത് for example, if the hypothesis is accepted, at a 5% level, if the hypothesis is accepted at a 5% level, അതിന്റെ അർത്ഥം if the hypothesis is accepted at 5% level, comma, the statistician in the long run will be making wrong decisions in 5 out of 100 cases. അതായത് 100 സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 100
ഇപ്പൊ നമ്മൾ പറഞ്ഞു ബൾബിന്റെ കേസ് ആണെങ്കിൽ 100 ബൾബ് ടെസ്റ്റ് ചെയ്താൽ അതിൽ 95 എണ്ണത്തിലും ആവറേജ് ലൈഫ് 1000 അവേഴ്സ് ആയിരിക്കും. 5 എണ്ണത്തിൽ മാത്രം 1000 അവേഴ്സിൽ കുറഞ്ഞാലും ആ എറർ നമ്മൾ അലോ ചെയ്യുന്നു. അതാണ് അതിന്റെ മീനിങ്. If hypothesis is accepted at 5% level means 5% എറർ നമ്മൾ അലവബിൾ ആണ്. അതായത് ഒരു 100 എണ്ണം എടുത്താൽ അതിൽ 95 എണ്ണത്തിലും ആ H0 ട്രൂ ആയിരിക്കണം. 5 എണ്ണത്തിൽ അല്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ? അടുത്തേതാ? പവർ ഓഫ് എ ടെസ്റ്റ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഡെഫിനേഷനും ചോദിക്കാറുണ്ട്. പവർ ഓഫ് എ ടെസ്റ്റ്. പവർ, ഒരു ടെസ്റ്റിന്റെ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് കറക്റ്റ് ഡിസിഷൻ. കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ പവർ ഓഫ് ടെസ്റ്റ് എന്ന് പറയുക. അത് പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് പ്രോബബിലിറ്റി ഓഫ് rejecting H0 when H0 is false. അല്ലെങ്കിൽ H0 is not true. H0 false ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അസംഷൻ റോങ് ആവുമ്പോൾ നമ്മൾ H0 റിജക്ട് ചെയ്യാൻ പറഞ്ഞാൽ വി ആർ ടേക്കിംഗ് എ കറക്റ്റ് ഡിസിഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്രോബിലിറ്റി ഓഫ് accept H0 when H0 is true എന്നും പറയാം. Probability of accepting H0 when H0 is true. H0 true ആകുമ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. സോ നമ്മളൊരു കറക്റ്റ് ഡിസിഷൻ ആണ് എടുക്കുന്നത്. സോ പവർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള പ്രോബിലിറ്റി. ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള പ്രോബിലിറ്റിനെയാണ് പവർ എന്ന് പറയാ. പവർ എത്രത്തോളം കൂടിയിരിക്കുന്നോ അത്രത്തോളം ബെസ്റ്റ് ആയിരിക്കും നമ്മുടെ ടെസ്റ്റ്. പവറിന്റെ വാല്യൂ 0യുടെയും 1ന്റെയും ഇടയിലാണ് ഉണ്ടാവുക. പവർ 0 മീൻസ് നമ്മുടെ ടെസ്റ്റ് വേഴ്സ്റ്റ് ടെസ്റ്റ് ആണ്. പവർ 1 ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ബെസ്റ്റ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള പ്രോബിലിറ്റി കൂടുന്തോറും നമ്മുടെ ടെസ്റ്റ് ബെസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ചെയ്തു. പവർ ഓഫ് എ ടെസ്റ്റ്. Power of a test. The probability of rejecting the null hypothesis H0. The probability of rejecting the null hypothesis H0 when it is actually not true, when it is actually not true is called power of a test. The probability of rejecting the null hypothesis H0 when it is actually not true is called power of a test. And it is denoted by 1 minus beta. 1 minus beta ആണ് നമ്മൾ പവർ ഓഫ് ദ ടെസ്റ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. 1 minus beta, that is power equal to probability of rejecting H0 when H0 is not true. അല്ലേ? H0 not true means അതിന്റെ അർത്ഥം എന്താ? Probability of rejecting H0 when H1 is true. H0 not true means H1 is true. അല്ലേ? This is same as 1 minus probability of accepting H0 when H1 is true. That is 1 minus
probability of accepting h naught when h1 is true, അല്ലെങ്കിൽ probability of accept h naught when h naught is not true, when h naught is not true. ഈ എഴുതിയ ടേം എന്താണ്? probability of accept h naught when h naught is not true is known as probability of type 2 error. Probability of type 2 error. That is, this is 1 minus beta. Type 2 error എന്തായിരുന്നു? Probability of accepting h naught when h naught is not true. അതിന് നമ്മൾ 1 minus beta എന്ന് എഴുതി. ഇപ്പൊ പവർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള പ്രോബിലിറ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയാം. അതിന് ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രോബിലിറ്റി ഓഫ് റിജക്ടിങ് h naught when h1 is true എന്ന് എഴുതാം, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് അക്സെപ്റ്റിംഗ് h naught when h naught is true എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള പ്രോബിലിറ്റിനെയാണ് പവർ എന്ന് പറയാ. പവറിനെ യൂഷ്വലി നമ്മൾ 1 മൈനസ് ബീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് വരാനുള്ള കാരണം പവറിന്റെ ഒരു ഡെഫിനിഷൻ ആണിത്, റിജക്ടിങ് h naught when h naught is not true. ശരിയല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ റിജക്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ കറക്റ്റ് ഡിസിഷൻ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് റോങ് ഡിസിഷൻ അല്ലേ? കറക്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് റോങ് ഡിസിഷൻ. റോങ് ഡിസിഷൻ മീൻസ് അക്സെപ്റ്റിംഗ് h naught when h1 is true. അതിന് നമുക്ക് അതാണ് നമ്മുടെ ടൈപ്പ് 2 എറർ. സോ അതിനെ നമുക്ക് 1 മൈനസ് ബീറ്റ എന്ന് എഴുതാം. എഴുതിയോ? എഴുതി. The larger the value of 1 minus beta, the larger the value of 1 minus beta, for fixed alpha, for fixed alpha, for fixed alpha, comma, the better is the test in general. The better is the test in general. അതായത് 1 മൈനസ് ബീറ്റയുടെ വാല്യൂ കൂടുന്തോറും, 1 മൈനസ് ബീറ്റയാണ് പവർ, പവറിന്റെ വാല്യൂ കൂടുന്തോറും ടെസ്റ്റ് എന്താവും? ബെസ്റ്റ് ടെസ്റ്റ് ആവും. എഴുതിയോ? Next one, critical value. Critical value. ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയുള്ള ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ, അതായത് നമ്മുടെ സാമ്പിൾ സ്പേസിനെ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അക്സെപ്റ്റൻസ് റീജിയനും ക്രിട്ടിക്കൽ റീജിയനും. സോ ഈ അക്സെപ്റ്റൻസ് റീജിയനെയും ക്രിട്ടിക്കൽ റീജിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുക. മനസ്സിലായോ? അതായത് അക്സെപ്റ്റൻസ് റീജിയന്റെയും ക്രിട്ടിക്കൽ റീജിയന്റെയും മിഡിലിൽ വരുന്ന, അല്ലെങ്കിൽ അത് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുക. ക്രിട്ടിക്കൽ വാല്യൂവിനെ പല നൊട്ടേഷൻസിലാണ് യൂസ് ചെയ്യുക. നമ്മുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഇസഡ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യും. നമ്മുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ടി ആണെങ്കിൽ നമ്മൾ അതിനെ ടി ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി എഫ് ആണെങ്കിൽ നമ്മൾ അതിനെ എഫ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. നമ്മളൊരു ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂവിന് നൊട്ടേഷൻ കൊടുക്കുക. അത് ഇസഡ് ആൽഫ ആവാം, ടി ആൽഫ ആവാം, എഫ് ആൽഫ ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, എഴുതൂ. The value of the test statistic,
the value of the test statistic which separates the critical region and acceptance region is called critical value. The critical value is usually denoted as Z alpha. Z ന്റെ സഫിക്സിൽ ആൽഫ, Z alpha or T alpha, Z alpha or T alpha or F alpha depending on the sampling distribution of the test statistic and the level of significance used. റെഡിയോ? എഴുതി. ഓക്കെ, അപ്പൊ നമ്മളിനി ഈ ടെസ്റ്റിംഗിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പുകൾ വേണം എന്നുള്ള കാര്യങ്ങളാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പൊ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റെപ്പുകളെ ബേസ് ചെയ്തിട്ടാണ് ആ ടെസ്റ്റ് പ്രൊസീജിയർ നമ്മൾ എഴുതുക. അതിൽ ഏറ്റവും ആദ്യം നമ്മളൊരു നൾ ഹൈപ്പോത്തസിസും ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും വേണം. അതായത് എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ അസംഷൻ, ആ അസംഷനെ നമ്മൾ റിജക്ട് ചെയ്താൽ നമ്മൾ ഏത് അസംഷനിലോട്ട് പോകും, അത് രണ്ടും ആദ്യം ക്ലിയർ ചെയ്യണം. സോ ഒരു ടെസ്റ്റിംഗ് പ്രോബ്ലത്തിൽ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് എഴുതണ്ടപ്പോ ഞാൻ പറയാം ആദ്യം സ്റ്റേറ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. H0 H1 സ്റ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടത് നമുക്ക് എത്ര പെർസെന്റേജ് എറർ അലൗവബിൾ ആണ്, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് എറർ വന്നാൽ നമുക്കത് നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യുക. ചൂസ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 2. ആൽഫനെ ഫിക്സ് ചെയ്യുക. ആൽഫ 1% എന്നോ 2% എന്നോ 5% എന്നോ 10% എന്നോ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റിംഗില്. ഈ മൂന്നാമത്തെ തന്നിരിക്കുന്ന സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുക. ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. സോ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമിൻ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. തന്നിരിക്കുന്ന സാമ്പിൾ ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട്
അല്ലെങ്കിൽ ഒരു സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ടെസ്റ്റിന് ആവശ്യമുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് is the function of sample values. x1 x2 etc xn ന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അത് ചിലപ്പോൾ x ബാർ ആവാം, ചിലപ്പോൾ എസ് സ്ക്വയർ ആവാം, അങ്ങനെ ചിലപ്പോൾ വെറും x1 പ്ലസ് x2 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തത് ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. അത് നമ്മൾ ഡിറൈവ് ചെയ്യൊന്നും വേണ്ട, എഴുതിയാൽ മാത്രം മതി. ആ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ നോർമൽ ആയിരിക്കും, ചിലപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, ചിലപ്പോൾ എഫ് ആയിരിക്കും, ചിലപ്പോൾ കൈ സ്ക്വയർ ആയിരിക്കും. സോ നമുക്ക് നോൺ ആയിട്ടുള്ള ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് പ്രൊസീജിയർ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ എപ്പോഴും നമുക്ക് നോൺ ആയിട്ടുള്ള തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. സോ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് the test statistic. And fifth step is ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഒരു ക്രിട്ടിക്കൽ റീജിയൻ കണ്ടുപിടിക്കണം. കാരണം ഏത് റീജിയനിൽ വന്നാലാണ് നമ്മൾ റിജക്ട് ചെയ്യുക, ഏത് റീജിയനിൽ വന്നാലാണ് അക്സെപ്റ്റ് ചെയ്യാന്ന് നമുക്ക് ഫിക്സ് ചെയ്യണം ടെസ്റ്റിംഗ് പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ. സോ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമിൻ ദ ക്രിട്ടിക്കൽ റീജിയൻ. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് സിക്സ്ത് വൺ ഈസ് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ക്രിട്ടിക്കൽ റീജിയന്റെ ഉള്ളിലാണോ വരുന്നതെന്ന് നോക്കുക. ക്രിട്ടിക്കൽ റീജിയന്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഒരു യൂഷ്വൽ ടെസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ഹോൾ ടെസ്റ്റിംഗ് പ്രൊസീജിയറിനെ, ടെസ്റ്റിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറിനെ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളായിട്ട് സമ്മറൈസ് ചെയ്യാം. അതിൽ ആദ്യം ഒരു ടെസ്റ്റ് പ്രൊസീജിയർ തുടങ്ങണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് സ്റ്റേറ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. സെക്കൻഡ് വൺ, ചൂസ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. ആൽഫ നമ്മൾ ഫിക്സ് ചെയ്യണം. മൂന്നാമത്തെ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഡിറ്റർമിൻ ചെയ്യാം. ദെൻ അടുത്ത സ്റ്റെപ്പ് ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. ദെൻ ക്രിട്ടിക്കൽ റീജിയൻ ഫിക്സ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് തന്നിരിക്കുന്ന സാമ്പിൾ ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കാണാം. ഇഫ് ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് lies in critical region, we reject H0, otherwise we accept it. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഈ ടെസ്റ്റിംഗ് പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഏതൊരു ടെസ്റ്റിംഗ്, എന്ത് പാരാമീറ്ററിനെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ടെസ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിലും ഇത്രയും സ്റ്റെപ്പുകളാണ് ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ടെസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ ആലോചിക്കുക, ഈ 6 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഈ 7 സ്റ്റെപ്പുകൾ നിങ്ങളുടെ ടെസ്റ്റിംഗ് പ്രൊസീജിയറിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയോ? ഇത് ചോദിക്കാറുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. എഴുതും, താഴെ എഴുതും. Steps involved in testing a statistical hypothesis. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. Steps involved in testing a statistical hypothesis. Step 1, state the null hypothesis H0. State the null hypothesis H0 and the alternative hypothesis H1. And the alternative hypothesis H1. Hypothesis H0 and the alternative hypothesis H1. Second step.
significance alpha. AD. Miss AD. Third step, determine the test statistic. മൂന്നാമത്തെ സ്റ്റെപ്പ് determine the test statistic. Distribution of the test statistic. Determine the probability distribution of the test statistic. Probability of the test statistics. Hello. Step 5. Determine the critical region. Determine the critical region. Calculate the value of the test statistic. Calculate the value of the test statistic. Calculate the value of the test statistic. Step 7. If the calculated value of the test statistic, if the calculated value of the test statistic Value of the test statistic falls in the critical region, if the calculated value of the test statistic falls in the critical region, in the critical region. we reject the null hypothesis H0. We reject We reject the null hypothesis H0. We reject the null hypothesis H0. Otherwise, we accept it. otherwise അവിടെ ഞാൻ ചെന്നിരുന്നാലോ That is, if the calculated value exceeds the table value, we accept it. good that is That is, if the calculated value exceeds the table value, if the calculated value exceeds the table value,
H naught, otherwise accept it. Otherwise accept H naught. Otherwise accept H naught. Otherwise accept H naught. The statistician in the long. ഓക്കെ, അപ്പൊ നമ്മുടെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലെ ബേസിക് ആയിട്ടുള്ള ടേംസ് ഒക്കെ നമ്മൾ Power of the പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അറിയുള്ളൂ. അപ്പോ നിങ്ങൾക്ക് എന്നാണ് പരീക്ഷ തുടങ്ങുന്നത്? ഫെബ്രുവരി 8-നാണോ? 8-നാണോ പരീക്ഷ തുടങ്ങുന്നത്? സെക്കൻഡ് സെം ഫെബ്രുവരി 8 തുടങ്ങിയിട്ട് എന്നാണ് അവസാനിക്കുന്നത്? 17-ാം തീയതി. എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷ? 17-ാം തീയതി ലാസ്റ്റ് അല്ലേ? അപ്പൊ ഞാൻ ഇനി നിങ്ങളുടെ സെക്കൻഡ് സെം പരീക്ഷ കഴിഞ്ഞിട്ടേ ഫോർത്ത് സെം എടുക്കുന്നുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഒരാഴ്ചയല്ലേ ഉള്ളൂ പരീക്ഷയ്ക്ക്. Yes, miss. അപ്പൊ ഈ സെക്കൻഡ് സെമ്മിലെ പോർഷൻസ് ഈ ഒരാഴ്ച നിങ്ങൾക്ക് ബാക്കി പഠിക്കാനുണ്ടാവും. അതിന്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സും കൂടി പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, കുറച്ച് പേര് എന്നോട് പറഞ്ഞിരുന്നു ഡൗട്ട് ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ട് ഉള്ളത് നമുക്ക് അടുത്ത ആഴ്ചയില് ഏതെങ്കിലും ഒരു ദിവസം ഗൂഗിൾ മീറ്റ് വെച്ച് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനിയിപ്പൊ ഞാൻ ഫോർത്ത് സെം ഇതിൽ കൂടുതൽ ഇട്ടാല് നിങ്ങള് സെക്കൻഡ് സെമ്മിന്റെ പരീക്ഷയുടെ ഇതിലായിരിക്കും. അപ്പൊ നിങ്ങൾ ഫോർത്ത് സെമ്മും പഠിക്കില്ല, സെക്കൻഡ് സെമ്മും പഠിക്കില്ല. അപ്പൊ ഇനി ഒരാഴ്ച നിങ്ങൾക്ക് സ്റ്റഡി ലീവ് പോലെ സെക്കൻഡ് സെമ്മ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ കടമ്പ സെക്കൻഡ് സെം പരീക്ഷ നന്നായിട്ട് എഴുതുക എന്നുള്ളതാണ്. അതിനുശേഷം തേർഡും ഫോർത്തിനെയും കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ ഇനി ഒരാഴ്ച, അടുത്ത ആഴ്ച കഴിഞ്ഞാൽ പരീക്ഷ തുടങ്ങുന്നതല്ലേ? ഫെബ്രുവരി 8 എന്ന് പറയുമ്പോ ഇത് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച അല്ലേ? അപ്പൊ അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് ഞാൻ സ്റ്റഡി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ ഏത് ദിവസം ഗൂഗിൾ മീറ്റ് വെക്കണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഡൗട്ടുകളെല്ലാം നോക്കുക. സെക്കൻഡ് സെമ്മ് ഫസ്റ്റ് 4 മൊഡ്യൂളാണ് ഉള്ളത്. 4 മൊഡ്യൂളിലെ എല്ലാ ഭാഗങ്ങളും നോക്കുക. അതിൽ കുറച്ച് 2 മൊഡ്യൂളൊക്കെ നമ്മൾ ശരിക്കുള്ള റെഗുലർ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 മൊഡ്യൂൾസ് ആണ് നമ്മൾ ഓൺലൈനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാം നോക്കി വെക്കുക. എന്നിട്ട് അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം ഗൂഗിൾ മീറ്റ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, കുറച്ചു പേര് മുന്നേ ചോദിച്ചിരുന്നു. അപ്പൊ അവര് ഒരു ഡേറ്റ് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞാൽ നമുക്ക് ആ ദിവസം വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഞാൻ എന്താ ഇത് കണ്ടിന്യൂ ചെയ്യാത്തെന്ന് വെച്ചാല്, ഇനി നമുക്ക് എടുക്കേണ്ടത് ഈ ടേമുകൾ എല്ലാം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കുറച്ച് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സും ആണ്. അപ്പൊ അത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇനി ഇത് കഴിഞ്ഞ് നിർത്തി പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ടേംസുകൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോ ഈ ടേമുകളെല്ലാം നന്നായിട്ട്, അതായത് ഇതുവരെ പഠിച്ചിട്ടുള്ള ഈ ടെസ്റ്റിംഗിൽ പഠിച്ചിട്ടുള്ള എല്ലാ ബേസിക് ഡെഫിനിഷൻസും വായിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിലിരിക്കുക. എന്നാൽ മാത്രമേ ഇതിന് മുന്നിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അവിടെ വെച്ച് നിർത്തിയത്. ഇനി നമുക്ക് പുതിയതായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അതിപ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയിൽ വെച്ച് നിർത്തിയാൽ കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സെം പരീക്ഷയ്ക്ക് എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മടി വേണ്ട, എന്നോട്